യേശു ക്രിസ്തു ഒരിക്കലും, ശ്രദ്ധിക്കണമേ ദേശമേ, അല്ല, എൻ്റെ യേശു ക്രിസ്തു ഒരിക്കലും ഫാൻസിനെ ആഗ്രഹിച്ചില്ല, പകരം അവൻ ഫോളോവേഴ്സിനെ ആഗ്രഹിച്ചത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരിക്കലും യേശു ആരാധകരെ ആഗ്രഹിച്ചില്ല, പകരം അനുയായികളെയാണ് അവൻ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാ യേശു ഈ ഫാൻസിനെ ആഗ്രഹിക്കാതിരുന്നത്? ഒത്തിരി കാരണങ്ങളുണ്ട്. ഫാൻസും ഫോളോവേഴ്സും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞ് മുൻപോട്ട് പോകാം. ദേവദാസന്മാരെ, ഈ ഫാൻസ് ഗാലറിയിൽ ഇരിക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? ഫാൻസ് എല്ലാം കാണാനിരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഫോളോവേഴ്സ് എന്താണെന്നറിയാമോ? ഗെയിമിൽ ഇറങ്ങും ദൈവദാസനെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. അവർ ഒരിക്കലും അല്ല കേൾവിക്കാരല്ല. ഫാൻസ് എന്ന് പറയുന്നത് ഉപഭോക്താക്കന്മാരാ, ഉപയോഗിക്കുന്നവരാ. എന്തും റിസീവ്, ദേ വിൽ റിസീവ് എനിത്തിങ്. അവരെല്ലാം സ്വീകരിക്കുന്നവരാ, ഉപഭോക്താക്കന്മാരാ. ഹല്ലേലൂയ. എന്നാൽ ഈ ഫോളോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നാം പഠിക്കുമ്പോൾ അവർ ആരാണെന്നറിയാമോ? അവർ അല്ലെങ്കിൽ കൊടുക്കുന്നവരാ, അവർ സംഭാവന ചെയ്യുന്നവരാ. അതുകൊണ്ട് യേശു പറഞ്ഞു, എനിക്ക് ഫാൻസിനെ അത്ര പിടുത്തമല്ല. ആരാധകന്മാർ സുഖിമാന്മാരാ, പക്ഷേ അനുയായികൾ പ്രതിജ്ഞാബദ്ധരാണ്. സ്തോത്രം. ഇനി ഞാൻ പറയാം, ഫാൻസ് ലോകത്തെയാ കേൾക്കുന്നേ, പക്ഷേ ഫോളോവേഴ്സ് യേശുവിനെയാ കേൾക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ ഫാൻസ് എന്ന് പറയുന്ന വൈകാരിക തലത്തിൽ നിലനിർത്തുന്നവരാ. വൈകാരികമായി ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു ടീമിന് വേണ്ടി ആഘോഷിക്കുന്ന, ആരവം വിളിക്കുന്ന, വൈകാരികമായി ജീവിക്കുന്നവരാണ് ആര്? ഫാൻസ്. എൻ്റെ ഫോളോവേഴ്സ് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാ. അത് ഓർത്തത് ഞാൻ ദൈവത്തിന്, വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റെല്ലാവരും പറയുന്നത് പോലെയുള്ള വിശ്വാസമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. യഥാർത്ഥ വിശ്വാസത്തിൽ ജീവിക്കുന്ന വിശ്വാസിയെക്കുറിച്ചാണ് ഈ ഫോളോവേഴ്സിനെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ദേശത്തിന് എന്തറിയാം? യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രിസ്തു താരതമ്യങ്ങൾക്ക് അതീതനാണ്. മനസ്സിലായോ? ക്രിസ്തു താരതമ്യങ്ങൾക്ക് അതീതനാണ്. ക്രിസ്തുവിനെ പോലെ ക്രിസ്തു മാത്രമേ ഉള്ളൂ. പകരം വയ്ക്കാൻ വ്യക്തികളില്ലാത്ത വ്യക്തി വൈഭവമാണ് എൻ്റെ യേശു.